നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 കുട്ടികളെ കൊലപ്പെടുത്തി അമ്മയും മുത്തശ്ശിയും ജീവനൊടുക്കിയ സംഭവം അത് നമ്മുടെ മനസ്സിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അബ്ദുൾ സലാം എന്ന് പറയുന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിന്റെ വേദനയോടെയുള്ള ആ സംഭവം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ആ ഷോക്ക് ഇതുവരെ തനിക്ക് മാറിയിട്ടില്ല എന്നും തീരെ പ്രതീക്ഷിച്ച സാഹചര്യമല്ല അതായിരുന്നുവെന്നും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അബ്ദുൾ സലാം വീട് വൃത്തിയാക്കി, അതായത് ഇവർ മരിച്ചു കിടന്ന് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വടുതലയിലെ വീട്ടിൽ. ആ വീട് ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്നും അബ്ദുൾ സലാം വ്യക്തമാക്കി. 3 കുട്ടികളെയും കൊലപ്പെടുത്തി അമ്മയും മുത്തശ്ശിയും ജീവനൊടുക്കിയ സംഭവം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ആ നടുക്കത്തിൽ നിന്ന് വടുതലയിലെ ഗ്രീൻ ഗാർഡൻ എന്ന വീട് ഇപ്പോഴും ആ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല. മാർച്ച് 21-നായിരുന്നു തിരുവനന്തപുരം കാരോട് കനകവിഹാർ ജി സുരേന്ദ്രൻ നായരുടെ ഭാര്യ വൈ ശ്രീകുമാരി 59 വയസ്സ്, മകൾ അശ്വതി എസ് നായർ 37 വയസ്സ്, മക്കളായ കാർണിവൻ 14 വയസ്സ്, കീർത്തിവൻ 5 വയസ്സ്, അക്ഷിത 2 വയസ്സ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗ്രീൻ ഗാർഡനിലെ വാടക വീട്ടിലായിരുന്നു ഇവരുടെ താമസം. ഈ വീടിന്റെ ഉടമ അബ്ദുൾ സലാമാണ് ഇപ്പോൾ ആ ഒരു സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, താൻ വാടകയ്ക്ക് കൊടുത്തൊരു വീട്ടിലൊരു ഇത്തരത്തിലൊരു മരണം സംഭവിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥന്റെ ജ്യേഷ്ഠ സഹോദരനാണ് അബ്ദുൾ സലാം. സമാനമായ അനുഭവമാണ് പച്ചാളം വാർഡിലെ കൗൺസിലറായ ആൽബർട്ട് അമ്പലത്തിങ്കലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. മരണം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടു, പക്ഷെ അതുണ്ടാക്കിയ ആ ഒരു നടുക്കത്തിൽ നിന്ന് ആരും മുക്തമായിട്ടില്ല എന്നാണ് ഇവരും പറയുന്നത്. പോലീസ് നമ്മുടെ റിപ്പോർട്ടൊക്കെ എടുത്തിരുന്നു. അവരുടെ സാധനങ്ങളൊക്കെ പോലീസ് വന്ന് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ നടന്നതിൽ വലിയ പ്രയാസമുണ്ട്. അവർ ഏത് മാനസിക അവസ്ഥയിലാണ് അത് ചെയ്തത്, എന്തായിരുന്നു അവരുടെ അവസ്ഥ, ഒന്നും നമുക്ക് അറിയില്ലായിരുന്നല്ലോ. വീടിന്റെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇനി എന്ത് ചെയ്യും. ഇത്രയും മരണം നടന്നൊരു വീടാണ്. 2 സ്ത്രീകൾ 3 കുട്ടികളൊക്കെ പിടഞ്ഞു മരിച്ചൊരു വീടാണ്. അപ്പോൾ ആ വീടിന് എന്ത് ചെയ്യും? ആ വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നാണ് അബ്ദുൾ സലാമിന്റെ പ്രതികരണം. അദ്ദേഹമായിരുന്നു സഹോദരന്റെ വീടിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഗൾഫിലുള്ള സഹോദരനും കുടുംബവും നാട്ടിലെത്തിയിട്ടുണ്ട്. അബ്ദുൾ സലാമിനൊപ്പമാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്. 2 മാസത്തേക്കായിരുന്നു അശ്വതിയും കുടുംബവും വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. കുട്ടിയുടെ ചികിത്സാർത്ഥം താമസിക്കാൻ എത്തിയതായിരുന്നു എന്നായിരുന്നു വീട്ടുടമസ്ഥരോട് പറഞ്ഞിരുന്നത്. സഹോദരൻ വിദേശത്തായതിനാൽ വീട് അടച്ചിട്ട് നശിച്ചു പോകേണ്ട എന്ന് കരുതി താഴത്തെ നില വാടകയ്ക്ക് നൽകി. മാർച്ച് 20-ന് വീട് ഒഴിയുമെന്നാണ് അശ്വതിയും കുടുംബവും പറഞ്ഞിരുന്നത്. ആ ദിവസം വന്ന് നോക്കിയ അബ്ദുൾ സലാമിന്റെ മകൻ വീട്ടിൽ ആരുമില്ല എന്ന് തോന്നിയത് കൊണ്ട് തിരികെ പോകുകയുണ്ടായി. പിറ്റേന്ന് വന്ന് നോക്കി, അപ്പോഴും വീട്ടിൽ ആരുമില്ല. അപ്പോൾ എവിടെ പോയി എന്ന ചോദ്യമൊക്കെ ഉയരുന്നു. പക്ഷേ ആരുമില്ലാത്തത് കൊണ്ട് ഒരു ചോദ്യങ്ങൾ ഉയർന്നു. ഇവിടെ പോയി ഇവിടെ ഉള്ളവർ? ഈ ദിവസം ഒഴിയാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ. അപ്പോൾ ഒഴിയേണ്ട ദിവസമായി, പക്ഷെ അവരെ വീട്ടിൽ കാണുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ 2-ാമത്തെ ദിവസം വന്ന് നോക്കിയപ്പോഴാണ് ഒരു മുറിയിൽ AC പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഇത് ഓഫാക്കാൻ മറന്നതാണെന്ന് കരുതി സ്പെയർ താക്കോലുമായി വന്ന് തുറന്നു നോക്കുമ്പോഴാണ് വലിയൊരു ദുരന്തം, അത് അത്രയും ഭയാനകമായ ഭീകര കാഴ്ച ആ വീടിനുള്ളിൽ ഇവർ കാണുന്നത്. ആ മരിച്ചു കിടക്കുന്ന 3 കുഞ്ഞുങ്ങൾ, ആത്മഹത്യ ചെയ്ത 2 സ്ത്രീകൾ, ആ ഒരു ഭയാനക കാഴ്ച അത് കാണുന്നു ഈ വ്യക്തി. അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അന്ന് നടന്ന ഭീകരമായ കാര്യങ്ങൾ. ആ കുഞ്ഞുങ്ങളുടെ മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നാണ് ഇവർ വിവരിക്കുന്നത്. ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല, മാത്രമല്ല അങ്ങോട്ട് ഉൾക്കൊള്ളാനും ആകുന്നില്ല ആ ഒരു കാഴ്ചയും ആ ഒരു സംഭവം. അത്ര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആ കാഴ്ച കണ്ടു നിൽക്കാൻ എന്നാണ് ദുരന്ത സ്ഥലത്ത് ആദ്യം എത്തിയൊരാളായ സ്ഥലം കൗൺസിലർ ആൽബർട്ട് പറയുന്നത്. വീട് വാടകയ്ക്ക് നൽകിയ വീട്ടുകാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അതിനേക്കാൾ ഏറെ വലുതാണ്. നമുക്കറിയാം, അവർക്ക് യാതൊരു പങ്കുമില്ല. അവർ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു, അവിടെ കുറച്ചു പേർ താമസിക്കുന്നു. പക്ഷേ ആ വീട്ടിൽ ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ, കൊലപാതകം, അതായത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണ്, മാത്രമല്ല ആത്മഹത്യ, 5 പേര് മൃതദേഹം അല്ലെങ്കിൽ 5 പേരുടെ മരണം സംഭവിച്ച ഒരു വീട്, ആ ഒരു വീട്ടിൽ പിന്നെ താമസിക്കുക, അല്ലെങ്കിൽ ആ വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക, അത് ഉടമസ്ഥരെ സംബന്ധിച്ച് വലിയൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും അതൊരു നെഗറ്റിവിറ്റി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീട്ടുകാരുടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വലുതാണ് എന്നാണ്, വീട് വാടകയ്ക്ക് നൽകിയ വീട്ടുകാർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് വലുതാണ് എന്നാണ് കൗൺസിലർ ആൽബർട്ട് പ്രതികരിക്കുന്നത്. മൊഴി കൊടുക്കാനായി സ്റ്റേഷനിൽ പോയപ്പോൾ അശ്വതിയുടെ സഹോദരനെ താൻ കണ്ടിരുന്നു. ഒരുപക്ഷെ അശ്വതിയും കുടുംബവും തങ്ങളുടെ വിധി നേരത്തെ തീരുമാനിച്ചതാണെന്ന സൂചനകൾ ആ വീട്ടിലുണ്ടായിരുന്നു. അയൽക്കാരടക്കം ആരുമായും ഇവർ സംസാരിച്ചിരുന്നില്ല. അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അയൽക്കാരുമായി അവർ യാതൊരു തരത്തിലും ഒരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല. ടാക്സി പിടിച്ചു
പോകുന്നതും വരുന്നതും മാത്രമാണ് അയൽക്കാർ കാണുന്ന കാഴ്ച. ഈ വീടിനെ സംബന്ധിച്ച്, ഈ വീട്ടിൽ താമസിക്കുന്ന വാടകക്കാരെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യാതെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിക്കാറാണ് ചെയ്യാറുള്ളത്. ഈ ഭക്ഷണം കൊണ്ടുവന്ന സാധനങ്ങളും കുട്ടികളുടെ ഡയപ്പറുകളും അടക്കം എല്ലാം വാരി വലിച്ചിട്ട നിലയിൽ. ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല എന്ന് കരുതി കഴിഞ്ഞവരുടെ അടയാളങ്ങളാണ് അവിടെ ഉള്ളത്. അതിന്റെ ഒടുവിൽ ഒന്നിച്ചുള്ള മരണം. അശ്വതിയുടെ പിതാവിന്റെയും സഹോദരന്റെ ആവശ്യപ്രകാരം പച്ചാളം വൈദ്യുതി ശ്മശാനത്തിലായിരുന്നു 5 പേരെയും സംസ്കരിച്ചത്. 3 ചേംബറുകളായിരുന്നു പച്ചാളത്തുണ്ടായിരുന്നത്. അമ്മയെയും ഇളയ കുട്ടിയെയും ഒരു ചേംബറിലും മൂത്ത 2 കുട്ടികളെ ഒരുമിച്ചും കിടത്തിയാണ് സംസ്കരിച്ചതെന്നും ആൽബർട്ട് പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ക്യാൻസർ ബാധിച്ച് ആൽബർട്ടിന്റെ ഭാര്യ മരിച്ചത്. ആ വേദനയിൽ 2 കുട്ടികളുമായി ജീവിച്ചു വരുമ്പോഴാണ് ഇത്തരമൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു. കുഞ്ഞുടുപ്പുകളും ഫാൻസി ഗ്ലാസും ഒക്കെ ധരിപ്പിച്ചായിരുന്നു കുഞ്ഞുങ്ങളെ കിടത്തിയിരുന്നത്. ആ കാഴ്ചയൊന്നും ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നും ആൽബർട്ട് പറഞ്ഞു. മാത്രമല്ല, ഇവർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതി വെച്ചിരുന്നു എന്ന വിവരവും കൂടി പുറത്തു വന്നിരുന്നു. ബന്ധുക്കളോട് താല്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞ് മരണത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു ആ കുടുംബം. ഒടുവിൽ ചിതയൊരുങ്ങിയതും എറണാകുളത്തെ മണ്ണിലാണ്. വടുതലയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ തിരുവനന്തപുരം സ്വദേശികളായ 5 പേരെ സംസ്കാരം ബന്ധുക്കളുടെ നിസ്സഹകരണം മൂലം എറണാകുളത്താണ് നടത്തിയത്. വടുതല ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം വിളപ്പിശാലയിൽ നിന്ന് ശ്രീകുമാരിയുടെ സഹോദരനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ എത്തിയെങ്കിലും മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായില്ല. തുടർന്ന് ഇവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് സംസ്കാരം കൊച്ചിയിൽ തന്നെ നടത്തിയത്. ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂലൈയിൽ അശ്വതിയുടെ ഭർത്താവ് അശ്വത് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ആത്മഹത്യക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭർത്താവിന്റെ മരണശേഷം തങ്ങൾ നേരിട്ട അവഗണന, പീഡനം അതെല്ലാം കത്തിൽ അക്കമിട്ട് നിരത്തിയിരുന്നു. സ്വന്തം വീടിനടുത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. കുറിപ്പിൽ പരാമർശിക്കുന്നവരിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കും എന്ന് അറിയിച്ചിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ യഥാക്രമം നടന്നിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നു എന്ന വാക്കുകളോടെയാണ് കത്ത് അവസാനിക്കുന്നത്. മാത്രമല്ല, ഈ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവും മറ്റു സ്വത്ത് വകകളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നത്. ബന്ധുക്കളുമായി അകന്നു നിന്ന കുടുംബം ആരോടും മിണ്ടാതെയും പുറം ലോകവുമായി ബന്ധപ്പെടാതെയുമാണ് വടുതലയിലെ ആഡംബര വില്ലയിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഒടുവിൽ മരണശേഷവും ആ അകൽച്ച തുടർന്ന ബന്ധുക്കൾ മൃതദേഹം പോലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അശ്വതിയുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് 2 മാസം മുമ്പ് ഇവർ കൊച്ചിയിലേക്ക് മാറിയത്. 45,000 രൂപ വാടകയുള്ള വില്ലയിൽ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറയുന്നു. വീട് ഒഴിയുകയാണെന്ന് അറിയിച്ച് വാടക മുഴുവൻ വീട്ടുടമസ്ഥന് നൽകിയ ശേഷമായിരുന്നു 5 പേരും മരണത്തിലേക്ക് നടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.